വിളിക്കടോ. ഹലോ ഹലോ മനീഷേ, ഞാൻ ക്ലീറ്റസ് ആണ്. സോറി, മനസ്സിലായില്ല കേട്ടോ. നമ്മൾ കോഫി ഷോപ്പിൽ വെച്ച് പറയട്ടെ, എന്തുണ്ട് വിശേഷം? ഞങ്ങളിങ്ങനെ ഫ്ലാറ്റിന് താഴെയുണ്ട്. ഈ വഴി പോയപ്പോൾ അങ്ങനെ വിളിക്കാന്ന് വെച്ച് വിളിച്ചതാ. എന്നാ വാ, കയറിയിട്ട് പോവാം. ആ ശരി. ഫ്ലാറ്റ് നമ്പർ 5B. വാ വാ. ഇതാണ് നമ്മുടെ ഒരു കുടി കിടത്ത സെറ്റപ്പ്. കൊള്ളാം. ഓ ചേട്ടാ, ഒരു ഇരിക്ക്. വീക്കെൻഡ് അല്ലേ, അതിൻ്റെ ചെറിയൊരു ആഘോഷമാണ്. ഇവിടെ ബിയർ മാത്രമേ ഉള്ളൂ. സാധനം ഞങ്ങളുടെ ഉണ്ട്. ആ ഓക്കെ, എന്നാൽ ഞാൻ പോയി ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് വരാം. നമുക്ക് ഒരെണ്ണം ഒഴിച്ചിട്ടാവും ബാക്കി സംസാരം. മനീഷ ഇവിടെ ഒറ്റയ്ക്കാണോ? ഓ, ഒറ്റയ്ക്കാണ്. നമ്മളെയൊക്കെ അന്വേഷിച്ച് ആര് വരാനാ? അല്ല, നിങ്ങളെന്താ ആകെ ഓഫായിട്ടിരിക്കുന്നത്? ഏയ് ഏയ് എന്നാ ഇരിക്കവിടെ, ഒന്ന് ഉഷാറാവാം. ഇരിക്കിരിക്കിരിക്കുക, വാ. ഞാൻ പെട്ടെന്ന് ഒരു ഗ്ലാസ് എടുത്തിട്ട് വരാം. ഓക്കെ. സോഡയില്ല ചേട്ടന്മാരെ, വെള്ളം കുഴപ്പമില്ലല്ലോ. ഏയ് കുഴപ്പമില്ല. മനുഷ്യ കഴിക്കുന്നില്ലേ? ഞാനിത് തീർത്ത് കഴിഞ്ഞിട്ട് എടുത്തോളാം. അല്ല, ഞാൻ തന്നെ ഒഴിച്ചു തരാം. ഐസ് എനിക്ക് ഐസ് വേണ്ട. ഇയാൾക്ക് ചേട്ടനോ? വേണ്ട. വേണം. വെള്ളം ഒഴിക്കാമല്ലോ അല്ലേ? ആ ഒരു സെക്കൻഡ്, ഞാൻ താവരും. ഹലോ സർ, ഗുഡ് ഈവനിങ്. സർ ഫ്ലാറ്റിൽ തന്നെ ഉണ്ട്. സർ, ഞാൻ വിവേകിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, ഹാൻഡ് റൈറ്റിലാണ്. ഓ, ഇന്നോ? അത് ശരിയാക്കി എടുത്തു. ചേട്ടന്മാര് വരുന്നു എന്ന് പറഞ്ഞപ്പോ അജയുടെ ഐഡിയ ആയിരുന്നു ഇങ്ങനൊരു സർപ്രൈസ്. ചേട്ടന്മാരെ cheers. നമ്മൾ കിരിച്ചാനും ക്ലീസാനും കണ്ടിട്ട് 2 ദിവസമായാലും തമ്മിണ. ഞാൻ ഇന്ന് വിളിച്ചു. വിളിച്ചിട്ടുണ്ടായോ? നാളെ രാവിലെ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. എന്താ അവരെ പരിപാടി എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവരെ കാണാല്ലാണ്ടായപ്പോ ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങി. കല്യാണം ഉറപ്പിച്ചാ? അല്ലടാ, ഞാനിതൊക്കെ കൊത്തിയരിഞ്ഞിട്ട് സൂപ്പ് വെച്ച് കുടിക്കാൻ പോവാ. നിനക്ക് വേണോ? വൃത്തിയാട്ടോ അവനെ ആൾക്കാരൊക്കെ വല്ല കണ്ണി കണ്ടും പറയട്ടെ. അവര് രക്ഷപ്പെട്ട നമ്മള് രക്ഷപ്പെട്ടില്ല തമ്പിയണ. അതാ ഞാനും പറയണ്. പിന്നെ സുതേച്ചി എന്ന് വർക്ക്ഷോപ്പ് കൊടുക്കാന്ന് പറഞ്ഞപ്പോ ആദ്യം ഞെട്ടിയത് ഞാനാ. ഞാൻ പിന്നെ അത് പുറത്ത് കാണിച്ചില്ലെന്നുള്ളൂ. സുതേച്ചി വർക്ക്ഷോപ്പ് കൊടുത്തു എന്ന് പറഞ്ഞ് ഏത് നിമിഷം വരുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ. ഈ മരിച്ച വീട് എവിടെയാ? എന്ത് മരിച്ച വീട്? വീട് മരിക്കേ? എടോ, മരണം നടന്ന വീട്. മരണം നടക്ക്. ഒന്ന് പോടോ. തമ്പിണയും കൂടെ വന്നേ. മരിച്ച കാലത്തെ കള്ളും കുടിച്ചിങ്ങനെ വരും വീട്ടിൽ നിന്നാ. എന്ത്? എന്താ മിച്ചി? നോക്കട്ടോ. ഓക്കെ ഓക്കെ, ഇവിടുത്തെ കേസൊക്കെ ഓക്കെ ആവും. ഓക്കെ മിച്ചി ട്ടാ, വെച്ചോ ട്ടാ. ഓക്കെ. എന്താണ്? ഇപ്പൊ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ച് തമ്മിണ. പ്രൈസ് നമ്മുടെ ഗോൾഡിന്റെ കേസൊക്കെ ഓക്കെ. അതൊക്കെ ഞാൻ ക്ലീറ്റസിനോട് പറയാം. ഉറപ്പ്? എന്നാ എന്റെ വക തമ്പിയുടെ പൈന്റ് എന്നാ നീ പറഞ്ഞ പൈനട് വാങ്ങിക്കേ. കുടിക്കാനുള്ള കൊതി അപ്പൊ വരും. എന്തെങ്കിലും ആവട്ടെ, വാങ്ങിത്തരാൻ എന്റെ തമ്പിക്കുടിയോ. ഓ, ഗിരിയേട്ടാ, ചോറ്റാനിക്കരാമയ്ക്കുള്ള മറക്കല്ലേ. എന്തൊരു ആലോചന. ഒരു ബിസിനസ് തുടങ്ങിയാലോ? പറ്റിയ സമയം. ഞാൻ ബിസിനസ് ചെയ്ത് ഇനി മതിയായി.
ഞാൻ ഒരുപാട് ബിസിനസ് തുടങ്ങി, അതെല്ലാം പൊളിഞ്ഞു. ഇത് ഞാനോ താനോ അല്ല, നമ്മൾ ഒരുമിച്ചൊരു ബിസിനസ് തുടങ്ങിയാലോ? എന്ത് ബിസിനസ്? ഓക്കെ, തനിക്ക് 15 വർഷത്തെ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ എൻ്റെ ബിസിനസ് എക്സ്പീരിയൻസും കൂടെ നോക്കിയേ. മനീഷ അല്ലേ അത്? ശ്രീകുമാർ സാറിൻ്റെ മോളും ഉണ്ടല്ലോ കൂടെ. അവളല്ല അല്ലേ? അല്ല, ആ കുട്ടി അപ്പം കുട്ടി തന്നെ ഉള്ളത്. വണ്ടി എടുക്ക. സാറിന്റെ മോളുടെ മുടി ഇങ്ങനെയല്ല. അത് ഫാഷൻ അനുസരിച്ച് ഓരോന്ന് കൂടി കുറഞ്ഞൊക്കെ ഇരിക്കും. പറയാൻ പറ്റില്ല, ഫാഷനല്ലേ. ഏയ്, ഇത് ശ്രീകുമാർ സാറിൻ്റെ മോളൊന്നുമല്ല കേട്ടോ. പാതിരാത്രി ഒരു പെങ്കൊച്ചിനെയും കൊണ്ട് ഫ്ലാറ്റിനകത്തേക്ക് കയറി പോകുന്നത് എന്തിനായിരിക്കും? ഏയ്, അതിനായി ഇരിക്കും. എടോ, ഫ്രോഡാട്ടാ. ശ്രീകുമാർ സാർ പറഞ്ഞാൽ എന്തോ കാര്യമുണ്ട്. തവണ്ട എടുത്ത് അച്ചു